ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയാണ്. 15,000 കിലോമീറ്ററിൻ്റെ സർവീസായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി, നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ബാക്കിലത്തെ ടയർ നമ്മൾ ഇതുമ്മ യൂസ് ചെയ്താണത് ഓവർ ഗ്രിപ്പുള്ള മോഡൽ ടയറാണ് ഇതുമ്മ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശരിക്കും ഒരു മൂളിച്ച സൗണ്ട് കാണിക്കുന്നത് ഈ ടയറിൻ്റെയാണ്. ഒരു ഏർപിടുത്തമുണ്ട്, നല്ല ഹൈവേക്കിലൂടെ നല്ല റോട്ടിൽ കൂടെ പോകുമ്പോൾ ശരിക്കും ഒരു മൂളുന്ന പോലത്തെ ഒരു സൗണ്ട് തന്നെ ഉണ്ട്. അത് ശരിക്കും ഈ ടയറിൻ്റെയാണ്. ശരിക്കും നമുക്ക് വരുമ്പോൾ കമ്പനി പറയുന്ന ആ മോഡൽ തന്നെ യൂസ് ചെയ്യണതാണ് നല്ലത്. ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ട് വീല് കിടക്കുന്ന ടയർ അതേ ഡിസൈനാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനി ഇപ്പോൾ ചെയ്തെടുത്താലും നമുക്ക് ആ ഡിസൈൻ ഷേപ്പ് എന്ന് തന്നെ പറയാം, ആ മോഡൽ എടുക്കുന്നതാണ് ബെറ്റർ. MRFിലൊക്കെ വരുമ്പോൾ സാപ്പർ മോഡൽ എന്ന് പറയും, ആ മോഡൽ ചൂസ് ചെയ്യണതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഉപയോഗിച്ച് തീരുന്നവരെ ഈ സൗണ്ട് ഉണ്ടാവും. ഇത് ഒരു പകുതിയിൽ കൂടുതൽ കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പാളലും അനുഭവപ്പെടും നമുക്കാവും. അത് ആ ടയറിൻ്റെ പ്രശ്നമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നമുക്ക് 10,000 കിലോമീറ്ററാണ് ഒരു എയർ ഫിൽറ്ററിൻ്റെ ലൈഫ്. എയർ ഫിൽറ്ററും പ്ലഗും 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് സാധാരണ നമുക്ക് മാറ്റേണ്ടി വരാറ് കേട്ടോ. ഇപ്പോൾ ശരിക്കും അതിൻ്റെ പീരീഡാണ്, ശരിക്കും അത്യാവശ്യം ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കണുണ്ട്. ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് CVT ക്ലച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തണം. എന്നാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ നല്ല ക്ലിയറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല, കമ്പനി ബെൽറ്റ് തന്നെയാണ്. കിക്കറിൻ്റെ കവറായാലും നമ്മളൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബാറ്ററി പുതിയ ബാറ്ററിയാണ്, നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, പുത്തൻ ബാറ്ററിയാണ്. എന്തായാലും പോയി നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 13 വോൾട്ട് നമുക്ക് ബാറ്ററി കിട്ടുന്നുണ്ട്. നമുക്ക് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നിലയിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പുതിയ ബാറ്ററിയാണ്, കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. എങ്കിൽ പോലും നമുക്ക് സർവീസിനകത്ത് നമുക്ക് അതുകൊണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് കൂട്ടത്തിക്കടെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ്. അതിൻ്റെ പിന്നൊക്കെ ഒന്ന് അഴിച്ച് കൂട്ടത്തിക്കടെ ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 കേബിളാണ് നമുക്ക് വരാം. BS6 മോഡലിന് നമുക്ക് 2 കേബിള് വരാം. അത് ഒരല്പം ടൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മളത് മാറ്റുമ്പോൾ 2 കേബിളാണ് വരാം. ഏകദേശം നമുക്കൊരു 800-850 രൂപ നമുക്ക് അതിന് മാത്രം ചിലവിൻ്റെ കേസാണ്. തൽക്കാലം നമുക്ക് ആ പ്രോബ്ലം ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിട്ടാവും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഉണ്ടായ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ആയാലും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തും. അപ്പോൾ നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ്. അതിനുശേഷം ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. പിന്നെ സ്പാർക്ക് പ്ലഗും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരിക. അത് നമുക്കിപ്പോൾ കൂട്ടത്തിക്കൂടെ മാറ്റേണ്ട ഒരു പീരീഡാണ്. സാധാരണ 10,000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ നല്ല ലൈഫ്. ഇപ്പോൾ നമുക്ക് 15,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്കത് മാറ്റിയിടണമാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് വരുന്ന ചിലവുകളുടെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.